സംസ്ഥാനത്ത് തെരുവ് നാശശല്യം രൂക്ഷമാകുമ്പോൾ റിപ്പോർട്ടറിന്റെ ലൈവത്തോൺ തുടരുകയാണ്. നമ്മൾ ഇനി പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് ബീച്ച് പരിസരത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്നതും വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കുട്ടികളെ അടക്കം നായ ആക്രമിക്കുന്നത് ഭീതി ജനിപ്പിക്കുന്നതാണ്. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരും. എ കെ അഭിലാഷ്, നമുക്ക് വിനോദവേളകൾ ആനന്ദകരമാക്കണമെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിനോദവേള ആശുപത്രി വേളയായി മാറുന്ന സാഹചര്യമുണ്ട് എന്ന ഭീതി എല്ലാവരിലേക്കും എത്തുകയാണോ? തീർച്ചയായിട്ടും വലിയ ഭീതിയിൽ തന്നെയാണ് ആളുകളുള്ളത്. പ്രധാനമായും കുട്ടികളെ നായകൾ ആക്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഏതാണ്ട് 10ഓളം ആളുകൾ ഇത്തരത്തിൽ നായ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. നമ്മൾ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് വലിയ തരത്തിൽ നായകളുടെ ശല്യവും അതോടൊപ്പം തന്നെ ആക്രമണം പതിവായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ ഏറ്റവും കൂടുതൽ KCBയുടെ ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗൺ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ നായകൾ ഉള്ളത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് നിരവധി നായകളും അതോടൊപ്പം തന്നെ അതിൻ്റെ കുട്ടികളടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രചരണം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഫലം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വന്ധ്യംകരണ പ്രവർത്തികൾ പൂർണ്ണമായും നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ വളരെ നാമമാത്രമായ നിലയിൽ മാത്രമാണ് ഈ വന്ധ്യംകരണ പ്രവർത്തികൾ നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് ടൗണിൽ മാത്രം ഏതാണ്ട് 25,000-30,000 ഇടയിൽ ഈ നായകളുണ്ട്, തെരുവ് ഉണ്ട് എന്നുള്ളതാണ് കണക്ക്. അത് 4 മാസം മുമ്പുള്ള കണക്കാണ്. അതിനുശേഷം ഈ നായയുടെ പ്രജനനം വലിയ തരത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം അത് കുറേ കൂടി വർദ്ധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 15% മാത്രമാണ് വന്ധ്യംകരണം നടത്തിയതെന്ന് തന്നെയാണ് കോർപ്പറേഷൻ്റെ കണക്കുകളും പറയുന്നത്. അതായത് നായകളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഇപ്പോഴും ഫലം കാണുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ഇത്തരത്തിൽ നായകളുടെ ശല്യം അതോടൊപ്പം തന്നെ അക്രമം വർദ്ധിക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയിൽ ബീച്ചിൽ ഹാർബറിലാണ്. ഇവിടെ വലിയ തോതിൽ നായകളുടെ ശല്യമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്തത്. ചേട്ടാ, എങ്ങനെയാണ് നായശല്യം? എങ്ങനെയാണ്? ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഭയങ്കര രാത്രിയായിരുന്നു, നടക്കാൻ കഴിയില്ല, നരനായട്ടായില്ല, ഭയങ്കര പ്രയാസം. അധികൃതർ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലാണിത്. എന്തോ നിയമം നടപടി ഇങ്ങനെ ഒരു നിയമം ഉള്ളതിനൊന്നും ചെയ്യാൻ പറ്റാത്ത നിയമമുള്ളതുകൊണ്ടാണ്. രാത്രിയായാലും ഇവിടെ പുറമെന്ന് ബീച്ചിൽ കാണാൻ വരുന്ന ആളുകൾക്കൊന്നും ഇവിടെ നടക്കാനൊന്നും കഴിയില്ല. ഒറ്റപ്പെട്ട രീതിയിൽ നടന്നു പോകുമ്പോഴൊക്കെ പിന്നാലെ ഓടി കടിക്കുന്നുണ്ട്. ഭയങ്കര പ്രയാസമാണ്. എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ നാട്ടിലെല്ലാവരും. വന്ധ്യംകരണം അടക്കം നടക്കുന്നെങ്കിൽ പോലും ഫലം കാണുന്നു. വന്ധ്യംകരണം നടത്തിയിട്ട് പ്രസവിക്കുന്നുണ്ടെന്നുള്ള പിടിക്കാൻ വരുന്നവരോട് ചോർ പറഞ്ഞ് ഇവിടെ പ്രസവം നിർത്തിയ പെണ്ണുങ്ങൾ പ്രസവിക്കില്ല, അതിന് വലുതുണ്ടെന്ന് ആയിരുന്ന ഒരുത്തരം. അതായത് വന്ധ്യംകരണം നടത്തിയ നായ്ക്കൾ പോലും പ്രസവിക്കുന്നുണ്ട്. ഉണ്ടോ? അങ്ങനെയാണോ? മൂപ്പരായില്ല. എന്താണ് നായശല്യം ഉണ്ടോ? വന്ധ്യീകരണം നടന്ന ഭാര്യ പ്രസവിക്കേണ്ടതെന്നാണ് ഇവിടെ. നായശല്യം കൂടുതലാണോ, രൂക്ഷമാണോ? കൂടുതലാണ്, നല്ല ശല്യമാണ്. ഇത്ര ആളുകൾ ഇവിടെ കടിച്ചിരിക്കുന്നതായി. ചേട്ടനുള്ള ആളോ? ഞാൻ ഇവിടെ ഉള്ള ആളാണ്. നായശല്യം രൂക്ഷമാണോ? അതിരൂക്ഷമായ രീതിയിൽ തന്നെ നായശല്യമുള്ളത്. കാരണം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ പുലർച്ചെ സമയത്ത് അവർ കടലിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മീനെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ ഇവിടെ ഈ വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഒരുപാട് നായൻ്റെ ശല്യങ്ങൾ ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അടിയന്തരമായിട്ട് ഗവൺമെൻറ് അതിലൊരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശത്തുകാരായ ആളുകൾക്ക് പറയാൻ. വന്ധ്യീകരണ പ്രവർത്തികൾ നടക്കുന്നില്ലേ? വളരെ കുറവാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിൽ പഞ്ചായത്തിൻ്റെ ആയാലും ഇപ്പോൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ അങ്ങേ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ വിചാരങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്കെതിരെ കൂടിയുള്ള വിമർശനമാണ്. ഇല്ല, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയത്തിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് വളരെ ചെറുതല്ലാത്ത വലിയ രീതിയിലുള്ള പങ്ക് ഉണ്ട് എന്നുകൂടി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പരാമർശം നടത്തിയത്. എങ്ങനെയാണ് നായശല്യം? ശരി, എന്തായാലും വലിയ രീതിയിൽ കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോഴാണ് പ്രധാനമായും ഈ വലിയ ഭീഷണിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം. ബീച്ചിൽ മാത്രമല്ല കേട്ടോ, മറ്റിടങ്ങളിലുമൊക്കെ ഈ പ്രശ്നമുണ്ട്. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പണികൾ പുരോഗമിക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തെരുവ്